ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ സി എം എ ഫൈനലിലെ പുതിയൊരു ചാപ്റ്ററിലോട്ടാണ് നമ്മൾ കിടക്കാൻ പോണേ. അതായത് പക്ക ഫുള്ളായിട്ട് തിയറി ക്വസ്റ്റ്യൻസ് മാത്രം ചോദിക്കാൻ സാധ്യതയുള്ള രീതികൾ നമ്മൾ നേരത്തെ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇതിൽ നിന്ന് ചോദിക്കാറുള്ളത്. അതും ഈ പറയുന്ന 4-6 മാർക്കിന് ഡയറക്റ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനിയിപ്പം ഓൺലൈൻ മോഡിലോട്ട് മാറുമ്പം ഇതെന്താവും എന്ന് നമുക്കറിയില്ല. എന്നാലും ഒരു ഓഫ്ലൈൻ മോഡിനകത്ത് ഇപ്പോൾ നോർമലി കണ്ടിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ചിട്ട് നമുക്ക് ഈ പറയുന്ന 4 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. ഓക്കെ, സോ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോക്കകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ഇ ഗവർണൻസ്. മനസ്സിലായി? ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കുറച്ച് ഇലക്ട്രിഫിക്കേഷൻസ് റൂൾസിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയേഴ്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിനകത്ത്. ദ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് CSR എന്ന് പറയും. ദാറ്റ് മീൻസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു ബിസിനസ്സിൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ, ഇ ഗവർണൻസ്. അതായത് ഇ ഗവർണൻസ് മീൻസ് യൂസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കണ്ടോ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി അറ്റ് ഓൾ ലെവൽ ഓഫ് ദ ഗവൺമെൻറ് സർവീസസ് ടു ഡു എവറിത്തിങ് ഇൻ എ സ്പീഡി, കൺവീനിയൻറ്റ്, എഫിഷ്യൻറ്റ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് മാനർ. ദാറ്റ് മീൻസ് ഗവൺമെൻറ്റിനകത്ത് നടക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം സ്പീഡായിട്ടും കൺവീനിയൻ്റ് ആയിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും നടക്കാൻ വേണ്ടിയിട്ട് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രൊസീജിയേഴ്സിനെ ഫുള്ളായിട്ട് ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരികയാണ്. മനസ്സിലായി? ദാറ്റ് മീൻസ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. മനസ്സിലായി? ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രൊസീജിയേഴ്സും ഏത് ത്രൂ ഒരു ഇലക്ട്രോണിക് മീൻസ് ത്രൂ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, ഇ ഗവർണൻസ് എന്ന് പറയണേ. ആ ഇ ഗവർണൻസിനെ നമ്മൾ 4 കാറ്റഗറി ആയിട്ടാണ് തിരിക്കണേ. ദ ഫസ്റ്റ് വൺ, ഗവൺമെൻറ് ടു സിറ്റിസൺ or government to customer, and second one government to employee, third one government to government, and the fourth one government to business. സോ ഈ ഗവർണൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഈ കമ്പനീസ് ആക്ടോ അല്ലെങ്കിൽ കമ്പനീസ് ലോയോ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫംഗ്ഷൻസിനെയും, ഓക്കെ, ബിസിനസ്സിൻ്റേത് മാത്രമല്ല ടോട്ടലായിട്ട് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫംഗ്ഷൻസിനെയും ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെയുള്ളതിനെ നമ്മൾ 4 എണ്ണമായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഗവൺമെൻറ് ടു സിറ്റിസൺ എന്ന് പറയാം, ഗവൺമെൻറ് ടു എംപ്ലോയി, ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആൻഡ് ഗവൺമെൻറ് ടു ബിസിനസ്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, government to citizen. Okay, the goal of the government to citizen e-governance is to offer a variety of information and communication technology services to citizen in an efficient, economical manner and to strengthen the relationship between the governance and citizen using technology. അതായത് ഈ പറയുന്ന ഗവൺമെൻറ്റും സിറ്റിസൺസും തമ്മിൽ അല്ലെങ്കിൽ ഗവൺമെൻറ് കസ്റ്റമേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ല രീതിയിലോട്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നു. മനസ്സിലായി? അതായത് ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാനാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കിപ്പം ഏതെങ്കിലും ഒരു പ്രൊസീജിയേഴ്സിനെ കുറിച്ച് അറിയാനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ്റിലോട്ട് കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കംപ്ലയിൻറ്റോ അപ്പീലിനെ കുറിച്ച് അറിയാനാണെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനകത്തും ഈ പറയുന്ന ഇ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു സേവനം അവൈലബിൾ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് ചെയ്യാം? സൈറ്റിനകത്ത് കയറി അതാത് പോർട്ടലിൽ കയറി നമുക്ക് അതാത് കംപ്ലയിൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെയോ ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇ ഗവർണൻസ് ടു കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ സിറ്റിസൺസ് എന്ന് പറയുന്നതും ഇത്രേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഈ പറയുന്ന കസ്റ്റമേഴ്സും അല്ലെങ്കിൽ സിറ്റിസൺസും ഗവൺമെൻറ്റും നമ്മളുടെ റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടും കസ്റ്റമേഴ്സിനാണെങ്കിലും സിറ്റിസൺസിനാണെങ്കിലും ഈ പറയുന്നത് പോലെ ഇൻഫർമേഷൻ കുറച്ചും കൂടെ എളുപ്പമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും കിട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഗവൺമെൻറ് ടു സിറ്റിസൺ എന്ന് പറയുന്ന സാധനം അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗവൺമെൻറ് ടു എംപ്ലോയി ആണ്. മനസ്സിലായി? അവിടെയും ഈ പറയുന്നത് പോലെ ഗവൺമെൻറ്റും എംപ്ലോയീസും നമ്മളെ ഇൻട്രാക്ഷൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. Government to employee is the online interaction through the instantaneous communication tools between government units and their employees. അതായത് ഗവൺമെൻറ് യൂണിറ്റ്സും എംപ്ലോയീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അവരുടെ എംപ്ലോയീസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇ ഗവർണൻസ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൾസോ ഗീവ്സ് എംപ്ലോയീസ് ദ പോസിബിലിറ്റി ഓഫ് ആക്സസിങ് ഇൻഫർമേഷൻ ഇൻ റിഗാർഡിംഗ് ടു കോമ്പൻസേഷൻ. അതായത് എംപ്ലോയീസിന് അവരുടെ കോമ്പൻസേഷൻ്റെ വിവരങ്ങൾ അറിയാനും അല്ലെങ്കിൽ അവരുടെ ബെനിഫിറ്റ് പോളിസീസിനെ കുറിച്ച് അറിയാനും ട്രെയിനിങ് ആൻഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അറിയാനും സിവിൽ റൈറ്റ്സ് ലോസ്, ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ അവരുടെ പ്രൊസീജിയേഴ്സ് എല്ലാം ഏതിലോട്ട് കൊണ്ടുവരുന്നു? ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരുന്നു. ആൻഡ് ദ G2E സർവീസസ്, ദാറ്റ് മീൻസ് ഗവൺമെൻറ് ടു എംപ്ലോയി സർവീസസ് ആൾസോ ഇൻക്ലൂഡ് ദ സോഫ്റ്റ്വെയർ ആൻഡ് മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് റെക്കോർഡ്സ് ഓഫ് ദ എംപ്ലോയി. അതായത് കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം?
ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഹാർഡ് കോപ്പി ആയിട്ട് എടുത്തു വെക്കുന്നതിനേക്കാൾ ഉപരി ഇ ഗവേണൻസ് കൊണ്ടുവരികയാണെങ്കിൽ എംപ്ലോയീസും അവരുടെ കോമ്പൻസേഷൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസോ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രോണിക് മീൻസിലോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ ആ ഇ ഗവേണൻസ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി, എന്താ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും? ഇപ്പം ആദ്യത്തേനകത്ത് രണ്ടാമത്തേനകത്ത് നമ്മളതാ പറഞ്ഞത്, ഗവൺമെൻറ് ടു കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന സാധനത്തിൽ ഈ പറയുന്ന കസ്റ്റമേഴ്സിന് കുറച്ചും കൂടെ നല്ല ആക്സസ് കിട്ടും അല്ലേ, കുറച്ചും കൂടെ സ്പീഡായിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. രണ്ടാമത്തെ കേസ് ഗവൺമെൻറ് ടു എംപ്ലോയി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അവരുടെ കോമ്പൻസേഷൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യുന്ന ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട് കയറി വരുന്ന അവരുടെ നിയമം അല്ലെങ്കിൽ ലോ, ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇതിനെല്ലാത്തിനകത്തും ഏത് ബാധകമായിരിക്കും? ഈ പറയുന്നത് പോലെ ഈ ഗവർണൻസ് എന്ന് പറയുന്ന സാധനം ബാധകമായിരിക്കും. ആൻഡ് ദ തേർഡ് വൺ, ഗവൺമെൻറ് ടു ഗവൺമെൻറ്. നോക്കേ, it is an electronic sharing data and or information system between the government agencies, department, organization. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് ഈ പറയുന്നത് പോലെ ഡാറ്റ ഷെയർ ചെയ്യാനാണെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനാണെങ്കിലും ഓക്കെ, ഇത് ഡയറക്റ്റായിട്ട് കത്ത് എഴുതി അവരെ അറിയിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നല്ലത് അവർക്കിടയിൽ ഈ പറയുന്ന ഈ ഗവേണൻസ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവരണം തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ദ ഗോൾ ഓഫ് G2G, ദാറ്റ് മീൻസ് ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഈസ് ടു സപ്പോർട്ട് ഇ ഗവർണൻസ് ഇനീഷ്യേറ്റീവ് ബൈ ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ അസസ് ആൻഡ് ഡാറ്റ ഷെയറിംഗ്. മനസ്സിലായി? അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ തന്നെ രണ്ട് ഏജൻസികൾ തമ്മിൽ ഡാറ്റാസ് എന്തെങ്കിലും ഷെയർ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനാണെങ്കിലോ ഓക്കെ, എല്ലാത്തിനും ബെറ്റർ ഏത് തന്നെയായിരിക്കും? അവർക്കിടയിൽ ഒരു ഇ ഗവർണൻസ് കൊണ്ടുവരുന്നത് തന്നെയായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഗവൺമെൻറ് ടു ബിസിനസ്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ ഓൺലൈൻ നോൺ കൊമേഴ്ഷ്യൽ ഇൻട്രാക്ഷൻ. നോൺ കൊമേഴ്ഷ്യൽ ആണേ, non-commercial interaction between the local and central government and the commercial business sector with the purpose of providing business information and advice. And government to business is also referred to the conduction of through the internet between the government agencies and trading companies. മനസ്സിലായി? അതായത് ഇവിടെയും ഗവൺമെൻറ് ടു ബിസിനസ് എന്ന് പറയുന്ന സാധനത്തിനകത്തും ഈ പറയുന്നത് പോലെ ഗവൺമെൻറ്റും ബിസിനസ്സും നമ്മളുടെ എല്ലാ ഇൻട്രാക്ഷൻസും ഏത് പറയുന്ന ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ആൻഡ് ദ പബ്ലിക് ഇഷ്യൂ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ റെക്കോർഡ്സ്. അതായത് ഈ പറയുന്ന പോലെ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പനീസ് ആണെങ്കിൽ ഓക്കെ, പബ്ലിക് ഇഷ്യൂ ആൻഡ് ഷെയർ ട്രാൻസ്ഫർ റെക്കോർഡ്സ് ഈസ് മാൻഡേറ്ററി ടു കെപ്റ്റ് ഇൻ ഇലക്ട്രോണിക് ഫോം. ദാറ്റ് മീൻസ് അത് കുറച്ചും കൂടെയൊക്കെ എളുപ്പം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പം ഷെയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് റെക്കോർഡ്സ് ആയിട്ട് എടുത്തു വെക്കാനാണെങ്കിലും തീർച്ചയായിട്ടും ഏത് മെത്തേഡ് തന്നെയായിരിക്കും? നമ്മുടെ ഇലക്ട്രോണിക് മെത്തേഡ് തന്നെയായിരിക്കും കേട്ടോ. സോ ഇ ഗവർണൻസ് എന്ന് പറയുന്ന ഒരു ഒറ്റ വാക്ക് കേൾക്കുമ്പം നിങ്ങൾ ഈ ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. സോ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ചിന്തിച്ചാൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ ഇ ഗവർണൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനമായിട്ടും ഇ ഗവർണൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കയറി വരുന്നത് വളരെ സ്പീഡായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ ഷെയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം പോസിബിൾ ആവും. അവിടെ 4 പറഞ്ഞത്, ദാറ്റ് മീൻസ് ഗവൺമെൻറ് ടു കസ്റ്റമർ ആണെങ്കിലും ഗവൺമെൻറ് ടു എംപ്ലോയീസ് ആണെങ്കിലും ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ടു ബിസിനസ് ആണെങ്കിലും അവിടെ ബേസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ഇവർ ഈ പറയുന്ന 4 കാറ്റഗറിയുള്ള ആൾക്കാർക്കും ഈ ഡാറ്റ ഷെയർ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ അവർ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചും കൂടെ എളുപ്പമാക്കാനും വേണ്ടിയിട്ട് അവർക്കിടയിൽ ഈ പറയുന്ന ഒരു ഇലക്ട്രോണിക് സിസ്റ്റം കൊണ്ടുവരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം കൊണ്ടുവരികയാണെങ്കിൽ ഈ ഗവർണൻസ് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഇതെല്ലാം പോസിബിൾ ആവും. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ എന്താണ് ഈ ഗവർണൻസ് എന്നാണ് ഡയറക്റ്റായിട്ട് നമ്മളോട് ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. അതിൻ്റെ പ്രോസസ്സ് അല്ലല്ലോ, അതിൻ്റെ ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കിയാൽ മതി. ഡിപ്പെൻഡ്സ്, മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതിയാൽ മതി. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. Okay, the corporate social responsibility is a self-regulating business model that helps company be socially accountable. Important ആണ്. Company be socially accountable to itself, its stakeholders and the public. മനസ്സിലായി? അതായത് ഈ പറയുന്ന കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കമ്പനി ചുറ്റുവട്ടത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കമ്പനിയായിട്ട് നിൽക്കുന്ന എൻവയോൺമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ പബ്ലിക്കായിട്ട് കമ്പനി എന്തായിരിക്കണം? കുറച്ചും കൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിരിക്കണം. അതാണ്, അതിനെക്കുറിച്ചാണ് നമ്മൾ എന്തെന്ന് പറയണേ, ഈ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ടേമിനകത്ത് പറയണേ. ആൻഡ് ഓക്കെ, ടു എൻഗേജ് ഇൻ CSR മീൻസ്, അതായത് ഒരു കമ്പനി CSRലോട്ട് എൻഗേജ് ആവുക എന്ന് പറഞ്ഞാൽ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് എ കമ്പനി ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ വേ, എങ്ങനെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യണം? ദാറ്റ് എൻഹാൻസ് സൊസൈറ്റി ആൻഡ് ദ എൻവയോൺമെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് കോൺട്രിബ്യൂട്ടിംഗ് നെഗറ്റീവ്ലി ടു ദം. അതായത് കമ്പനിയുടെ ചുറ്റുവട്ടം നിൽക്കുന്ന സൊസൈറ്റി ആണെങ്കിലും അല്ലെങ്കിൽ കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എൻവയോൺമെൻ്റ് ആണെങ്കിലും അതിനകത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം കമ്പനി പ്രവർത്തിക്കേണ്ടത്. അതല്ലാതെ എന്ത് ചെയ്യരുത്?
അതിനകത്തൊരു ഒരു നെഗറ്റീവ് ഫീൽ കൊണ്ടുവരരുത്. ഇപ്പം നമുക്കറിയാവുന്ന ഒരു പ്രസൻറ്റിനകത്ത് കേസുകളാകത്ത് തന്നെ പല ഫാക്ടറി കേസും അല്ലെങ്കിൽ പല ഫാക്ടറീസും അവരുടെ തൊട്ടടുത്തുള്ള പുഴയിലോട്ട് ഈ പറയുന്ന പോലെ മാലിന്യങ്ങൾ തള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണെന്നൊക്കെയാണ് പറയണേ. സോ ഒരു കമ്പനി CSR എൻഗേജ് ചെയ്യുക എന്ന് പറയുന്നത് കേട്ടോ, അതായത് ഒരു കമ്പനിക്കകത്ത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവരിക എന്ന് പറയുന്നത് കൊണ്ട് കമ്പനി ആണെങ്കിലും അതിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിലും ഉദ്ദേശിക്കുന്നത് കമ്പനിയുടെ ഡെവലപ്മെൻറ്റോട് കൂടെ തന്നെ കമ്പനിക്ക് സോഷ്യലി കുറച്ച് റെസ്പോൺസിബിൾ ഉണ്ടായിരിക്കണം. ദാറ്റ് മീൻസ് കമ്പനിയുടെ ആ പബ്ലിക്കിലോട്ടും അല്ലെങ്കിൽ കമ്പനീനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ഗ്രോത്തും കൂടെ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും കൂടെ ഏതിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരണം, നമ്മുടെ ബിസിനസ്സിൻ്റെ കൂടെ തന്നെ കൊണ്ടുവരണം. ആൻഡ് okay, CSR is a continuous commitment by a business to contribute to economic development while improving the quality of life of workforce and their families as well as a community and the society at large. ഓക്കെ, ഇതിനകത്ത് എല്ലാത്തിനകത്തും പറയുന്നതും ഒരേ ഒരു കാര്യം തന്നെയാണ്. ഈ പറയുന്നത് പോലെ കമ്പനിക്ക് കോർപ്പറേറ്റ്ലി അല്ലെങ്കിൽ കമ്പനിക്ക് സോഷ്യലി കുറച്ചും കൂടെ റെസ്പോൺസിബിൾ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്താലേ എന്തുണ്ടാവുള്ളൂ, കമ്പനിക്ക് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒന്നോ രണ്ടോ വർഷത്തെ പ്രോഫിറ്റ് മാത്രം ഉന്നം വെച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെൻറ്റിനെ ഫുള്ളായിട്ട് നെഗറ്റീവ് ബാധിക്കുന്ന ഒരു രീതി നമ്മുടെ എംപ്ലോയീസിനെയോ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഉണ്ടാകുകയാണെങ്കിൽ ആ ഒരു 2 വർഷമോ അല്ലെങ്കിൽ ഒരു 3 വർഷമോ കമ്പനിക്ക് ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കമ്പനിക്ക് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുമോ, കമ്പനി സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അല്ലേ, ഇപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഫാക്ടറി, ഓക്കെ, അവിടുന്ന് ഫാക്ടറി അടിപൊളിയാണ്, ഫാക്ടറി ലക്ഷക്കണക്കിന് എന്തുണ്ടാക്കുന്നുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ആ ഫാക്ടറി അവിടെ നിൽക്കുന്നത് കൊണ്ട് ആ സൊസൈറ്റിക്ക് ഫുള്ളായിട്ട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ ആ ഫാക്ടറിക്ക് അവിടെ എത്ര കാലം വർക്ക് ചെയ്യാൻ പറ്റും? മനസ്സിലായി? സോ ഒരു കമ്പനിക്കകത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിനകത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്നേ പറ്റൂ. എന്നിട്ട് ആ കമ്പനിയുടെ ചുറ്റും നിൽക്കുന്ന ആ സൊസൈറ്റി ആണെങ്കിലും എൻവയോൺമെൻറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും അതിനും കൂടെ കമ്പനിയുടെ കൂടത്തിൽ തന്നെയുള്ള ഒരു ഡെവലപ്മെൻറ്റ് അത് ആരുടെ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ കാണണം, ഈ പറയുന്ന കമ്പനിയുടെ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ കാണണം. എന്നാൽ മാത്രമേ കമ്പനിക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ, ഒരു നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നോക്കി അതിനെക്കുറിച്ചാണ് നമുക്ക് അടുത്തതിനകത്ത് പറയാനുള്ളത്. കണ്ടോ, CSR ആൻഡ് സസ്റ്റൈനബിലിറ്റി. ദാറ്റ് മീൻസ് ഒരു കമ്പനിക്കകത്ത് CSR പ്രോഗ്രാം കൊണ്ടുവന്നാൽ മാത്രമേ കമ്പനിക്ക് ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവുള്ളൂ, കമ്പനി ഒരു സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുള്ളൂ. നമുക്ക് നോക്കാം. The sustainability is a comprehensive approach to the management of the organization which is focused on creating and maximizing long-term economic, social and environmental values. അതായത് സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണമെങ്കിൽ ഒരു ലോങ് ടേമിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള എക്കണോമിക് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും എൻവയോൺമെൻറ്റ് വാല്യൂസ് ആണെങ്കിലും അതിനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് അവരെയും കൂടെ പരിഗണിച്ച് അവർക്കും കൂടെ ഒരു ലോങ് ടേമിനകത്തുള്ള ഒരു എന്താ പറയുക, അവരെയും കൂടെ ഒരു ലോങ് ടേമിലോട്ട് പരിഗണിച്ചുകൊണ്ട് അവരെയും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു ചിന്താഗതിയിൽ പോയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സസ്റ്റൈനബിൾ ആവുള്ളൂ. Okay, and the second one, sustainability is derived from the concept of sustainable development as per the Brundtland Commission. Sustainable development means a development which meets the needs of present without compromising the future. നല്ലൊരു സെൻറ്റൻസ് ആണ്. ഓക്കെ, വിച്ച് മീൻസ് ദ നീഡ്സ് ഓഫ് പ്രസൻറ്റ്, നിലവിലുള്ള കാര്യങ്ങൾ നമ്മൾ നിറവേറ്റണം വിത്തൗട്ട് കോംപ്രമൈസിങ് വിത്ത് ഫ്യൂച്ചർ. ദാറ്റ് മീൻസ് ഭാവിയിലെ കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിലവിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലായി? ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചും കൂടെ ചിന്തിക്കണം, അതിനും കൂടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. എന്നതിന് ശേഷം മാത്രമേ നമുക്ക് നിലവിലുള്ള പ്രസൻ്റ് ആയിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായി? CSR അപ്ലൈ ചെയ്യണം എന്ന് പറയുന്നതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അതാണ്. കാരണം നമ്മുടെ ഓർഗനൈസേഷൻസിനകത്ത് ഒരു CSR പ്രോഗ്രാം കൊണ്ടുവന്നാൽ മാത്രമേ അവിടെ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് ഉണ്ടാവുള്ളൂ. മനസ്സിലായി? ആൻഡ് ദ ലാസ്റ്റ് വൺ, it means we should have a balance between the development and cost of development. കണ്ടോ, രണ്ട് കാര്യങ്ങളാണ് പറയണേ. We should have a balance between the development and cost of development. നമ്മൾ ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റ് മാത്രമല്ല, അത് മുഖേന ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെയും കൂടെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ. ആൻഡ് as per the United Nations Global Impact Report, CSR should cover social, environment, human rights and governance issues. എല്ലാ കാര്യങ്ങളും വരും. ഓക്കെ, സോഷ്യൽ എൻവയോൺമെൻറ്റിൽ വരും, ഹ്യൂമൻ റൈറ്റ്സ് വരും ആൻഡ് ഗവർണൻസ് ഇഷ്യൂസ് വരും. ഇതെല്ലാം ഏതിൻ്റെ ഭാഗം തന്നെയാണ്, CSRൻ്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, ആൻഡ് CSR and sustainable development are well integrated with each other, and if we are doing CSR we are also doing sustainable development. മനസ്സിലായി? അല്ലെങ്കിൽ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവരാൻ
അല്ലെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കമ്പനിയുടെ പ്രോഫിറ്റിനെ കുറിച്ചോ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിനെ കുറിച്ചോ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. ആ കമ്പനിക്കകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് കൊണ്ടുവന്നേ പറ്റൂ, ഈ പറയുന്ന CSR പ്രോഗ്രാം എന്ന് പറയുന്ന സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. എന്നാൽ മാത്രമേ കമ്പനിക്ക് ഭാവി ഉണ്ടാവുള്ളൂ, അതിനനുസരിച്ച് കമ്പനിക്ക് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബെനിഫിറ്റ്സ് ഓഫ് CSR. ഇങ്ങനെ ഒരു CSR പ്രോഗ്രാം നമ്മുടെ കമ്പനിക്കകത്ത് കൊണ്ടുവരുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയായിരിക്കും? ഓക്കെ, ദ ഫസ്റ്റ് വൺ, കമ്മ്യൂണിറ്റീസ് പ്രൊവൈഡ് ദ ലൈസൻസ് ടു ഓപ്പറേറ്റ്. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് എ കൈൻഡ് ഓഫ് ലൈസൻസ് ടു ഓപ്പറേറ്റ്. ഇറ്റ് ഈസ് ബിക്കോസ് ദ പീപ്പിൾ തിങ്ക് ദാറ്റ് ദ ഓർഗനൈസേഷൻ ക്യാരീസ് ഫോർ ദം ആൻഡ് വിൽ നെവർ ചാലഞ്ച് വാട്ട്സ് ഓഫ് ദ കമ്പനി ഈസ് ഡൂയിങ്. മനസ്സിലായി? അതായത് ഇവിടെ ലൈസൻസ് ടു ഓപ്പറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പബ്ലിക് നമുക്കൊരു ഓപ്പറേറ്റിംഗ് ലൈസൻസ് തരികയാണ്. അത് ഈ പറയുന്ന പോലെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ലൈസൻസും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. അതായത് അവിടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഫ്രീഡത്തിനെ കുറിച്ചാണ് പറയണേ. നമ്മുടെ കമ്പനി മുന്നേറുന്നതിൻ്റെ കൂടെ തന്നെ ആ കമ്പനീനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ലൊക്കാലിറ്റിയും കൂടെ ഡെവലപ്മെൻറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമ്പനി എത്ര വേണേലും ഇനിയും വികസിച്ചോട്ടെ, ഈ പറയുന്ന ലൊക്കാലിറ്റിയുടെ അല്ലെങ്കിൽ ആ ലോക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ആർക്കുണ്ടാവും? കമ്പനിക്ക് ഉണ്ടാവും, അല്ലേ? ആൻഡ് ദ സെക്കൻഡ് വൺ, ഓക്കെ, അട്രാക്റ്റിംഗ് ആൻഡ് റീറ്റൈനിങ് എംപ്ലോയീസ്. ഈ പറയുന്നത് പോലെ എംപ്ലോയീസിൻ്റെ വെൽഫെയറിനെയും അല്ലെങ്കിൽ എംപ്ലോയീസിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ടും കൂടെ നമുക്കുണ്ടാവും. നോക്കാം. Good talent will be attracted such company which does CSR and thinks about the employees' welfare. That means, moreover, they will encourage to remain in the company automatically. അതായത് ഒരു നല്ലൊരു CSR പ്രോഗ്രാം കമ്പനിക്കകത്ത് കൊണ്ടുവന്ന് കമ്പനിയുടെ എംപ്ലോയീസും കൂടെ ഇതിൻ്റെ ഒരു ഭാഗമാക്കി അല്ലെങ്കിൽ ഈ പറയുന്ന ഡെവലപ്മെൻറ്റ് ഭാഗമാക്കി അവരുടെ വെൽഫെയർ ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ വേജസ് ആണെങ്കിലും എല്ലാ രീതിയിലും അവർക്കും കൂടെ ഒരു ഡെവലപ്മെൻറ്റ് കൊടുക്കാൻ പറ്റിയാൽ അതും ഏതിൻ്റെ ഒരു CSRൻ്റെ ബെനിഫിറ്റായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ആ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും കമ്പനിക്കകത്ത് ഒരു സസ്റ്റൈനബിൾ ഉണ്ടാവും, ഒരു സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവും. ആൻഡ് കമ്മ്യൂണിറ്റീസ് ആസ് എ സപ്ലയേഴ്സ്, ഓക്കെ, it will increase the income level and the standard of living in the entire society, because of which the people will become supplier of good information about the company. അല്ലേ? നമ്മളെക്കുറിച്ച് 4 ആൾക്കാർ നല്ലത് പറയുക എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു ബെറ്റർ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ നിൽക്കുന്ന ഒരു ഫാക്ടറിനെ കുറിച്ച് നമ്മൾ 4 പേരുടെ അടുത്ത് നല്ലത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്നത് പോലെ ഭാവിയിൽ കമ്പനിക്ക് അത് കുറച്ചും കൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലോക്കൽ സപ്പോർട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കിനെയോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പിടിച്ചു നിർത്താനും പറ്റും. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ, എൻഹാൻസിങ് കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ. അതായത് റെപ്യൂട്ടേഷൻ ഓഫ് ദ കമ്പനി ഗോസ് അപ്പ് manifold. It gives benefits of brand building and positive perception. അതായത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്കകത്ത് ഒരു പോസിറ്റീവ് അപ്രോച്ച് ഉണ്ടാവും. അത് ഏതിനെ സഹായിക്കും? നമ്മുടെ കോർപ്പറേറ്റ് റെപ്യൂട്ടേഷനെ സഹായിക്കും. ഈ പറയുന്ന കാര്യത്തിനകത്ത് എല്ലാത്തിനകത്തും ബേസ് ആയിട്ട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. എന്താ? നമ്മുടെ കമ്പനി നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ കോർപ്പറേറ്റ്ലി കുറച്ചും കൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആവുകയാണെങ്കിൽ ഓക്കെ, അത് എല്ലാ രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് ഒരു ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് ഉണ്ടാക്കി തരും. ആൻഡ് ദ ലാസ്റ്റ് വൺ, CSR ആൻഡ് കമ്പനീസ് ആക്ട് 2013. ഇങ്ങനെ ചില കമ്പനികളിൽ നിർബന്ധമായിട്ടും ഈ CSR പ്രോഗ്രാം എന്ന് പറയുന്ന സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കമ്പനീസ് ആക്ടിനകത്ത് പറയുന്നത്. ഓക്കെ, the concept of CSR is governed in clause 135 of the Companies Act 2013. The CSR provision within the act is applicable by the company with an annual turnover of 1000 crore and more. അതായത് 1000 കോടി രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാവുകയോ അല്ലെങ്കിൽ 500 കോടി രൂപയ്ക്ക് മുകളിൽ നെറ്റ് വർത്ത് ഉണ്ടാവുകയോ ഓർ നെറ്റ് പ്രോഫിറ്റ് 5 crore മുകളിൽ 5 കോടി രൂപയ്ക്ക് മുകളിൽ എന്തുണ്ടാവുകയോ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ. എങ്ങനെയായിരുന്നു? 1000 കോടി രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ടാവണം, അതല്ലെങ്കിൽ 500 കോടി രൂപയ്ക്ക് മുകളിൽ നെറ്റ് വർത്ത് ഉണ്ടാവണം, അതല്ലെങ്കിൽ 5 കോടി രൂപയ്ക്ക് മുകളിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ. ഓക്കെ, ദെൻ new rules which are applicable from the financial year 2014-15 onwards also require companies to set up a CSR committee. കണ്ടോ? അതായത് ഈ പറയുന്ന ക്രൈറ്റീരിയക്കകത്ത് വരുന്ന കമ്പനികളാണെങ്കിൽ അവരുടെ കമ്പനീസിനകത്ത് ഈ പറയുന്ന CSRൻ്റെ പ്രോഗ്രാംസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായേ പറ്റൂ, ഒരു CSR കമ്മിറ്റി ഉണ്ടാക്കിയേ പറ്റൂ, consisting of their board members including at least one independent director. ഓക്കെ, സോ CSR കമ്പനീസ് ആക്ട് നമ്മളുടെ ബന്ധമാണ് പറയണേ. ആ 3 ക്രൈറ്റീരിയ നോക്കുക, അതുണ്ടെങ്കിൽ അങ്ങനെ കയറി വരുന്ന കമ്പനിക്കകത്ത് നിർബന്ധമായിട്ടും ഒരു CSR കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ കമ്മിറ്റിക്കകത്ത് ബോർഡ് മെമ്പേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കണം. ആ ബോർഡ് മെമ്പേഴ്സിനകത്ത് ഒരാളെങ്കിലും എന്തായിരിക്കണം, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഇത് കൂടാതെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ദ ആക്ട് എൻകറേജസ് കമ്പനി ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2%
of their average net profit in the previous 3 years of the CSR activities. അതായത് അവരുടെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ മിനിമം 2% ഏത് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മുടെ CSR ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെക്കണം. ഓക്കെ, അതായത് കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻറ്റു 2% ചെയ്യുക, ആ കിട്ടുന്ന എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് കമ്പനി ഫുള്ളായിട്ട് ഏതിനു വേണ്ടി മാറ്റിവെക്കണം? CSR പ്രോഗ്രാമിന് വേണ്ടി മാറ്റിവെക്കണം. The rules with respect of CSR net profit is defined as per the profit before tax as per the books of accounts. Profit before tax as per the books of account, excluding profit arising from the branches outside India. കണ്ടോ, അതായത് എവിടെ വേണ്ട, ഇന്ത്യക്ക് പുറത്തുള്ള ബ്രാഞ്ചുകളിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അത് വേണ്ട, അതല്ലാതെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണക്കാക്കുക, അതിൻ്റെ 3 വർഷത്തെ ആവറേജ് എടുക്കുക, അതിൻ്റെ 2% എടുക്കുക. സോ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മളോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒരു 3 ടേം പറഞ്ഞായിരുന്നു. 1000 കോടി രൂപയ്ക്ക് മുകളിൽ ടേൺ ഓവർ, അല്ലെങ്കിൽ 500 കോടി രൂപയ്ക്ക് മുകളിൽ നെറ്റ് വർത്ത്, അല്ലെങ്കിൽ 5 കോടി രൂപയ്ക്ക് മുകളിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കമ്പനിയിൽ തീർച്ചയായിട്ടും എന്തുണ്ടായേ പറ്റൂ? ഒരു CSR കമ്മിറ്റി ഉണ്ടായിരിക്കണം. ആ CSR കമ്മിറ്റിക്കകത്ത് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറെങ്കിലും മെമ്പറായിട്ട് ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെ വരുന്ന കമ്പനീസിനകത്ത് അറ്റ്ലീസ്റ്റ് അവരുടെ കഴിഞ്ഞ 3 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട്, ഓക്കെ, അതിൻ്റെ ഒരു 2% എങ്കിലും ഏതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന CSRൻ്റെ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ സൊസൈറ്റീനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അവരെയും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തേ പറ്റൂ? ചിലവാക്കിയേ പറ്റൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ളത്. ഈ 2 ഏതെങ്കിലും ഒന്ന് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ചാപ്റ്ററായിട്ട് കാണാം. ഓക്കെ, ബൈ.